ഇന്ന് ഒരുപാട് ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നില്ല. പിന്നെ അവർ വരുത്തിയതു ലോ ഓഫ് അട്രാക്ഷൻ ഉടായിപ്പാണ്, ലോ ഓഫ് അട്രാക്ഷനിലൂടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അത് ശരിയാവത്തില്ല എന്ന്. പക്ഷെ മറ്റു ചില ആൾക്കാരുണ്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് ചെയ്യണത്, ടെക്നിക്സൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണത് കൃത്യമായിട്ടും പഠിച്ചു മനസ്സിലാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. വെറുതെ പറയുന്നതല്ല, എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണിച്ചു തരാൻ പറ്റും. കാരണം ഏകദേശം 2000-ൽ കൂടുതൽ സ്റ്റുഡൻസിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ. പക്ഷെ എല്ലാ ആൾക്കാരും വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയില്ല വിജയിച്ചു എന്ന്. കാരണം തുടക്കത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ലോ ഓഫ് അട്രാക്ഷനിൽ ആരാണോ വിശ്വസിച്ച് ആ ഒരു ടെക്നിക്കിലൂടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ അവരൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് വീഡിയോ ഇട്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയിക്കോട്ടെ, മണിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ ടെക്നിക്ക് ആയിക്കോട്ടെ, ഇങ്ങനെ പല ടെക്നിക്സ് ഉണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോൾ മുതൽ മാറ്റം ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അന്നോ അതിൻ്റെ പിറ്റേ ദിവസവും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലെങ്കിൽ ദയവായി അത് പോയി കേൾക്കുക. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സ്ഥിരമായി ചെയ്യുന്നത് അത് നിരന്തരം ചെയ്തു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാമിംഗ് സംഭവിക്കും. നമ്മുടെ സബ് കോൺഷ്യസിൽ ഏത് തരത്തിലാണോ നമ്മൾ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അങ്ങ് പോകും. ആ സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ കോൺഷ്യസ്ലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ മിനിമം പറയുന്നത് 21 days ആണ്. 21 ദിവസം ഒക്കെ കഴിയുമ്പോഴാണ് അതൊരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് വന്ന് നമ്മുടെ മൈൻഡിലുള്ള പ്രോഗ്രാം, അതായത് മൈൻഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, നമ്മൾ കണ്ടത് കേട്ടത് മനസ്സിലാക്കിയത്, അതിനൊക്കെ ചേഞ്ചസ് വരത്തുള്ളൂ. അതായത് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോ പാത്തുകൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഏത് ടെക്നിക്ക് ചെയ്യുമ്പോഴും അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ റിയലായിട്ടുള്ള കാതലായ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് നൽകുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് അത്രമാത്രം ഉണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ സെഷൻ അവൈലബിൾ ആണ്. അല്ലാതെ ഫ്രീ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ദിവസവും പവർഫുള്ളായിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ട്രൈബ് നിങ്ങൾ മാറ്റാൻ സഹായിച്ചാൽ, അത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വൈബ് മാറും. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. പറഞ്ഞു വന്നത്, എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റായിട്ട് ചേഞ്ച് ഉണ്ടാവും. ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഇന്ന് ഈ നിമിഷം എന്ന് പറയുന്നത് പ്രസൻറ്റ് മൊമെൻ്റ് ആണ്, അല്ലേ? ഈ നിമിഷത്തെ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്നലെയും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലുള്ള ഒരു പ്രസൻറ്റ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ നിമിഷം. അപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ ചിന്തിച്ചത് ഇന്നലകളെക്കുറിച്ചായിരുന്നോ? അതെ, ഇന്നലകളെക്കുറിച്ചായിരുന്നു. ഇന്നലെ എനിക്ക് എന്തായാലും അങ്ങനെ സംഭവിച്ചുവല്ലോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയത്, എപ്പോഴും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പണത്തിൻ്റെ പ്രശ്നങ്ങളും, ഇങ്ങനെ ഈ പ്രശ്നങ്ങളെ മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കേട്ടത്, ചിന്തിച്ചതൊക്കെ. അപ്പോൾ ഇന്ന് ഈ നിമിഷം നീ എന്താണോ ചിന്തിച്ചത് അതാണ് നാളത്തെ നിൻ്റെ ഫ്യൂച്ചർ, നാളത്തെ നിൻ്റെ ഭാവി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇന്ന് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാളത്തെ എൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റിനെ പറ്റിയാണ് നിങ്ങൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും പാസ്റ്റിൽ എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതിനേക്കാളും വേഴ്സ്റ്റായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് വെക്കൊണ്ടിരിക്കുന്നത്. അതാണ് ചില ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ടുണ്ടോ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഓവർ ആൻഡ് ഓവർ അഫർമേഷൻസ് പറയുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നു, അങ്ങനത്തെ ടെക്നിക്ക് ഉണ്ട്, ഇങ്ങനത്തെ ടെക്നിക്ക് ഉണ്ട്, ബട്ട് ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റുന്നില്ല. എന്തുകൊണ്ട് മാറുന്നില്ല?
നിങ്ങൾ വീണ്ടും വീണ്ടും പഴയതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫ് ഇനി എന്താണ് ദൈവമേ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി തമ്പുരാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇതൊക്കെ എൻ്റെ തലവിധിയാണ്, എൻ്റെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയുള്ള ആശങ്ക എന്ന് പറയുമ്പം ആങ്സൈറ്റി. എൻ്റെ ഭാവി എങ്ങനെയാവും, സോ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാവി ഇങ്ങനെ തന്നെ ആവുമല്ലേ. ആവശ്യമില്ലാത്ത കാര്യമാണ് വീണ്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഭാവി എന്താവുമെന്ന്. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ല. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും പ്രോബ്ലം. ഇതാണ്, നിങ്ങളുടെ ലൈഫ് മാറണം അല്ലെങ്കിൽ മാറ്റണം നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ഈ നിമിഷം ചിന്തിക്കുന്ന ചിന്തകളെ മാറ്റാനായിട്ട് തയ്യാറായാൽ, ഇന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകളെ മാറ്റാൻ തയ്യാറായാൽ, എന്ത് ചിന്ത? ദ മേജർ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. അതിനെപ്പറ്റിയാണ് നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. അതിനെപ്പറ്റിയാണ് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാസ്റ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഇനി ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടും കാര്യമില്ല. ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഒരു പണക്കാരനാവണമെങ്കിൽ, ഞാനിപ്പോൾ പണക്കാരനാണ്, എനിക്ക് ധാരാളം പണമുണ്ട്, എനിക്ക് ധാരാളം സമ്പദ് സമൃദ്ധി ഉണ്ട്. അപ്പോൾ ചോദിക്കും, എടോ എൻ്റെ ആ പൈസയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കാനാ? ഞാൻ ചോദിക്കുന്നത്, ചിന്തിക്കുന്നതിന് എന്തെങ്കിലും ടാക്സ് കൊടുക്കണോ? നിങ്ങളുടെ ആഗ്രഹം അതിതീവ്രത ഉള്ളതാണെങ്കിൽ പ്രപഞ്ചം വരെ അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹം തീവ്രതയുള്ളതാക്ക്, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യ്, നന്നായിട്ട് അഫർമേഷൻസ് പറ, വിശ്വസിക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറയണേ. ഒരേ തരത്തിലുള്ള വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്കിലേ നിങ്ങളുടെ ലൈഫ് മാറുള്ളൂ. ആ പഴയ എനർജിയിലാണ്, പഴയ ഫ്രീക്വൻസിയിലാണ്, പഴയ വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കേണ്ടതിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉടായ്പാണ്, അഫർമേഷൻസ് ഉടായ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതിലും നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് അനുകൂലമായത്, നിങ്ങൾക്ക് പോസിറ്റീവായത്, നിങ്ങളെ വളർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. എങ്കിലേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നോ, എത്ര പേര് ഈ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നോക്കുമ്പം വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് വേണം ഈ നിമിഷത്തിൽ ജീവിക്കുക, അങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു നോക്കണം. വീണ്ടും വീണ്ടും കാണുമ്പോഴും ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും ശ്രദ്ധിച്ചു കേൾക്കുക. ഇവൻ എന്താ പറയണേ? ഈ പറയുന്ന കാര്യത്തിൽ എന്ത് വാസ്തവമുണ്ടോ? ഈ പറയുന്ന കാര്യത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ നടന്ന എൻ്റെ ലൈഫ് ചേഞ്ച് ഉണ്ടാവോ? ഇത്രയും നാളെ ഞാൻ നെഗറ്റീവിനെ കുറിച്ചാണ് പറഞ്ഞത്, ചിന്തിച്ചത്, പ്രവർത്തിച്ചതൊക്കെ. ഈ പറയുന്നത് പോലെ പോസിറ്റീവായിട്ട്, അനുകൂലമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം, ഒന്ന് ചിന്തിച്ചു നോക്കാം, അതിനുവേണ്ടി ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. ആ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, എല്ലാ കാര്യവും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് വേണ്ടി 3 സ്റ്റെപ്പ് എടുത്ത് വെച്ച് തരും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്ന ഓക്കെ, ഒരാളും നശിക്കാനോ, ഒരാളെയും ശത്രുവിനെ പോലെ കാണാനോ, അല്ലെങ്കിൽ ഒരാളും ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യരുത്. ഓക്കെ, അതൊക്കെ തിരിച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ആ എനർജി, അങ്ങനെ ആ ചിന്തിക്കുന്ന സമയത്തുള്ള എനർജി നിങ്ങളുടെ നല്ല ഗ്രോത്തിന് വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യും. ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. 21 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് വരിക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. വിജയത്തിന് താക്കോൽ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. സ്ഥിരമായി ചെയ്യുക, എന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡെഫിനറ്റ്ലി. ഇവിടെ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലോട് ഓർമ്മിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ സെഷൻ ഉണ്ട്. വാട്ടർ ടെക്നിക്, മണി അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, പിന്നെ ലെക്ചർ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫ്രീ ആണ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരെയൊക്കെ ലയിക്കട്ടെ. എനിക്ക് എത്രത്തോളം അനുഗ്രഹം കിട്ടുന്നുണ്ടോ അതിൻ്റെ 10 ഇരട്ടി അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.
ആൻഡ് ലവ് യു ഓൾ.